അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ടാതിഥികളെ, സദസ്സിലുള്ള നല്ലവരായ സ്നേഹനിധികളായ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ കുരുന്നുകളെ, അധ്യാപകരെ, അധ്യാപകന്മാരെ, 2024 അൽ-ഇത്ഖാൻ മത്സരം സംസ്ഥാന തലത്തിൽ അതിൻ്റെ ഉദ്ഘാടന ഫംഗ്ഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ ഹ്രസ്വമായ ചടങ്ങുകൊണ്ട് ഈ ഉദ്ഘാടന വേദിയെ ധന്യമാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന മത്സരാർത്ഥികൾ, കുരുന്നുമക്കൾ, ഏറെ കാലത്തെ പരിശ്രമത്തിന്, അവരുടെ അവതരണത്തിന് വേണ്ടി ഒരുപാട് റിസ്ക് എടുത്ത് കേരളത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നായി, തമിഴ്നാട്ടിൽ നിന്ന്, കോയമ്പത്തൂർ സെൻറ്ററിൽ നിന്നടക്കം എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും വളരെ നല്ല രൂപത്തിൽ വാശിയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യുകയാണ്. കുട്ടികളെ ഈ ഒരു മത്സരവേദിയിലേക്ക് ഒരുക്കി അയച്ചിട്ടുള്ള ഓരോ സെൻറ്ററിലെയും അധ്യാപകർ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, ഇവരെല്ലാവരും പ്രത്യേകം അഭിനന്ദനമർഹിക്കുന്നു. ഞാൻ കൂടുതലൊന്നും നീട്ടി സംസാരിക്കുന്നില്ല. സ്കൂൾ ഓഫ് ഖുർആൻ്റെ അൽ-ഇത്ഖാൻ എന്ന് പറയുന്ന മത്സരവേദിയും മത്സര ഇനങ്ങളും മറ്റുള്ള മത്സരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമായും പ്രധാനമായും ഖുർആൻ തന്നെയാണ്. പിന്നെ ഖുർആനിൻ്റെ ഭാഷയാണ്. ആ ഖുർആനും അതുപോലെ തന്നെ സുന്നത്തും വിഭാവനം ചെയ്യുന്ന, പഠിപ്പിച്ച് നൽകുന്ന മധ്യാധ്യാപനങ്ങളുമാണ് പഠിപ്പിക്കപ്പെടുന്നത്. പ്രധാനമായും ഖുർആൻ ആണ് എന്നതുകൊണ്ട് തന്നെ ഖുർആൻ മത്സരങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. നമുക്കറിയാം, സ്കൂൾ ഓഫ് ഖുർആനിൽ മാത്രം കാണുന്ന മത്സര ഇനങ്ങൾ തസ്ഫിയ, തബ്സിറ, തഹ്സീൻ, തിലാവ തുടങ്ങിയിട്ടുള്ള വാശിയേറിയ, ഏറെ ശ്രദ്ധേയമായ മത്സരങ്ങളാണ് ഇൻഷാ അല്ലാഹ് വേദികളിൽ നടക്കാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രസംഗ മത്സരങ്ങളും ഗാന മത്സരങ്ങളും അടക്കം 27ഓളം മത്സര ഇനങ്ങൾ ഇവിടെ മാറ്റുരക്കാൻ പോവുകയാണ്. 7 വേദികൾ സജ്ജമായിട്ടുണ്ട്. ഓരോ വേദിക്കും പ്രത്യേക നാമകരണം നൽകപ്പെട്ടിട്ടുണ്ട്. ഓരോ വേദിയിലും അവതരിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമുകൾ ഏതാണ് എന്നും അതിൻ്റെ സമയക്രമം എന്താണ് എന്നുള്ളതും കൃത്യമാക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു തലത്തിൽ തന്നെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ആ ഒരു നിലക്ക് മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്കിനെ പടച്ച റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 7 വേദികൾ, 3 ഗ്രേഡുകളുടെ മത്സരം 7 വേദികളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരേ സമയം 2 വേദികളിൽ ഒരേ ഗ്രേഡിൻ്റെ മത്സരങ്ങൾ വരാം. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ്കോർട്ടിംഗ് ടീച്ചേഴ്സും അതുപോലെ തന്നെ രക്ഷിതാക്കളുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ ആ സമയബന്ധിതമായി തന്നെ വേദികളിൽ റിപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ട് പരിപാടി ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കുവാൻ വേണ്ട എല്ലാ കരുതലും എടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ ഹ്രസ്വമായ ഈ ഉദ്ഘാടന ചടങ്ങ്
ഇവിടെ നടക്കാനിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വിശിഷ്ടാതിഥികളായിട്ട് പലരും എത്തിച്ചേരാനുണ്ട്. ഇൻഷാ അല്ലാഹ് എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ, ഈ മഹനീയമായ അൽ ഇത്ഖാൻ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അബൂബക്കർ സലഫിയാണ്, വൈസ് ചെയർമാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന സ്കൂൾ ഓഫ് ഖുർആൻ്റെ ഡയറക്ടർ അനിൽ പ്രിംറോസ്, ഗ്രീൻ വാലി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് സാർ, സ്കൂൾ ഓഫ് ഖുർആൻ്റെ ഖുർആൻ HOD സയ്യിദ് അബ്ദുല്ല അൻസാരി, ഇവരെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്നത് മുസ്ലിം ബിൻ ഐദർ, സ്കൂൾ ഓഫ് ഖുർആൻ അക്കാദമിക് കോർഡിനേറ്ററാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതിലുപരി എൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ള വ്യത്യസ്ത സെൻറ്ററുകളിൽ നിന്ന് ഒരുപാട് പ്രയാസം സഹിച്ച് ഇന്നലെ പുലർച്ചെയൊക്കെ അതിൻ്റെ മുന്നത്തെ ദിവസമൊക്കെ പുറപ്പെട്ടവരുണ്ട്. ഒരുപാട് യാത്ര ചെയ്ത് വളരെ കഠിനാധ്വാനത്തോടുകൂടി മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി പ്രയത്നത്തോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും വളരെ സ്നേഹത്തോടുകൂടി, അതോടൊപ്പം തന്നെ അവരുടെ അധ്യാപകരെയും സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുസ്ലിം ബിൻ ഐദർ സാറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉദ്ഘാടകൻ, മറ്റ് സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ പ്രിയപ്പെട്ടവരെ, ആരിസാർ സൂചിപ്പിച്ചതുപോലെ പ്രൗഢഗംഭീരമായ പ്രോഗ്രാം നടക്കാനിരിക്കുകയാണ്. ഉദ്ഘാടന സെഷൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് കരുതുന്നത്. നമുക്കറിയുന്നത് പോലെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി സെൻറ്റർ തലത്തിൽ മികച്ച ജഡ്ജ്മെൻറ്റിന് വിധേയരായി തിരഞ്ഞെടുക്കപ്പെട്ട 377 കുട്ടികളാണ് സംസ്ഥാന തലത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ മാറ്റിവെക്കുന്നത്. അവരൊക്കെ വളരെ തയ്യാറായി നേരത്തെ എത്തിക്കഴിഞ്ഞു. വിജ്ഞാനവും സർഗാത്മകതയും ഒക്കെ ഒരുമിച്ച് സമ്മേളിക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ കാണാൻ വളരെ കൗതുകമാണ്. നമുക്കൊക്കെ അത് അറിയുന്നതാണ്. സ്കൂൾ ഓഫ് ഖുർആനെ സംബന്ധിച്ച് മത്സരം വളരെ കൃത്യമായി നടക്കേണ്ടതുകൊണ്ട് തന്നെ ജഡ്ജസിനെ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുകയും മികച്ചൊരു ജഡ്ജിങ് പാനലിനെ കിട്ടി എന്നുള്ളത് ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നലെ ഉച്ച മുതൽ എത്തിത്തുടങ്ങിയ രക്ഷിതാക്കളും കുട്ടികളും ഇന്ന് ഈ സമയം വരെ വളരെ സുരക്ഷിതമായി ഇവിടെ എത്തി. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ അല്ലിത്തിക്കാരുണ്ടായ 1-2 സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. വഴിയിൽ വെച്ചുണ്ടായ അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ അതൊന്നുമില്ലാതെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാവരോടും എത്തി. നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം. ഇങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ തിരിച്ച് വീട്ടിലെല്ലാവർക്കും എത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമയത്തെ പേടിച്ചതുകൊണ്ട് ഉദ്ഘാടന സെഷൻ അതിൻ്റെ മർമ്മത്തിലേക്ക് കടക്കുന്നു. പ്രോഗ്രാമിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി അബൂബക്കർ സലഫിയെ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുസ്ലിം ബിൻ ഹൈദർ, അതുപോലെ ഹമീദ് മാസ്റ്റർ, അനിൽ പ്രിംറോസ്, സയ്യിദ് അബ്ദുള്ള, സ്റ്റേജിലുള്ള ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവരെ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, നിങ്ങളിപ്പോൾ ഇങ്ങനൊരു പ്രസംഗത്തിനൊന്നുമല്ല നിങ്ങളിവിടെ വന്ന് നിൽക്കണമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. കാത്തു നിൽക്കുന്നത് ഇവിടെയുള്ള നടക്കാൻ പോകുന്ന മത്സര പരിപാടിയാണ്. പിന്നെ ചില ഔപചാരിക കർമ്മങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പിന്നെ നമ്മൾ സഹിക്കുക, അത് പെട്ടെന്ന് തീരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരങ്ങൾ ഒക്കെ ഇവിടെ പറഞ്ഞു. വളരെ പുതുമുള്ള മത്സരമാണ് ഇവിടെ.
സാധാരണ മത്സരങ്ങൾ പോലെ നിങ്ങൾ ഖുർആൻ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ ഹദീസിൻ്റെ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ ഫിഖ്ഹിൻ്റെ ഇസ്ലാമിൻ്റെ ഒക്കെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ ഇത് നമ്മെ വ്യത്യസ്തമാക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ഉള്ളത്. വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ഈ രൂപത്തിൽ വളർത്തിയത് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രഗത്ഭരുണ്ട്. നിങ്ങളുടെ അധ്യാപകരും ഇതുമായി ഉത്തരവാദപ്പെട്ടവരൊക്കെ എല്ലാവിധ കഴിവുകളുള്ളവരാണ്. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യമാണ്. പിന്നെ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഒരുപാട് ഉറക്കമൊഴിക്കലുകൾ ഈ സ്കൂൾ ഓഫ് ഖുർആൻ്റെ മീറ്റിങ്ങിനൊക്കെ ആണ്. അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ് പറയുമ്പോൾ ഇങ്ങനെ ഓടുന്നത് കാണലുണ്ട് ഞാൻ. കുറേ മീറ്റിംഗ് കൂടി, കുറേ അധ്വാനിച്ച്. ഇപ്പം ഇതിപ്പോൾ ഫൈനൽ പരീക്ഷയാണ് ഇപ്പോൾ ഇവിടെ നടക്കണത്. അപ്പോൾ ഇവിടെ മത്സരം നടക്കുമ്പോൾ നമുക്ക് ചിലർക്ക് ഫസ്റ്റ് കിട്ടും, ചിലർക്ക് ഫസ്റ്റ് കിട്ടൂല. എല്ലാവർക്കും ഫസ്റ്റ് കിട്ടൂലല്ലോ ഒരു മത്സരത്തിൽ. പക്ഷേ ചിലർക്ക് തേർഡും കിട്ടൂല, അങ്ങനെയൊക്കെ ഉണ്ടാകും. വാസ്തവത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിത് തയ്യാറായി വന്നു എന്നുള്ളത് കൊണ്ടുള്ള ഫസ്റ്റ്. സന്നദ്ധതക്ക് എല്ലാവരും ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ എപ്പോഴും ഫസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല. ഒരിക്കൽ ഫസ്റ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ തോൽക്കും, അല്ലെങ്കിൽ സെക്കൻഡ്, ചിലപ്പോൾ തേർഡ്, അതൊക്കെ വരും. അതൊക്കെ നമുക്ക് ഗുണമാണ്. നമുക്ക് ജയിച്ചാലും ഗുണമാണ്, തോറ്റാലും ഗുണമാണ്. സ്ഥിരമായി തോറ്റാലും ചിലപ്പോൾ അതും ഗുണമാണ്. കാരണം എന്താ പറയുക, സ്ഥിരമായി തോറ്റാൽ നമുക്ക് തിരിച്ചറിവുണ്ടാവും, ഈ പണിക്ക് ഇന്നെ പറ്റൂല. അപ്പോൾ നമ്മളെ വേറെ പണി നോക്കി പോകും. നമുക്ക് പ്രത്യേകമായി വേറിട്ട് നിൽക്കാനുള്ളൊരു കഴിവ് ആൾ തന്നിട്ടുണ്ടാവും. അത് കണ്ടെത്തുന്ന വിഷയത്തിൽ ചിലപ്പോൾ സമയമെടുക്കും. ചിലർക്ക് നന്നായി എഴുതാൻ കഴിയും, ചിലർക്ക് നല്ല ഭാഷാ കഴിവുണ്ടാവും, വേറെ ചിലർക്ക് പ്രസംഗിക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ എനിക്കും കഴിയണം, ഞാനും നല്ല പ്രസംഗകനാവണം, ഞാൻ എഴുത്തുകാരനാവണമൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അവിടെ എത്തൂല. വാസ്തവത്തിൽ നമ്മൾ ചിലപ്പോൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളായിരിക്കൂല. എല്ലാറ്റിനെ പറ്റിയും ധാരണ വേണം. എന്നാൽ നമുക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഇടം അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തുക മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഖുർആൻ വിദ്യാർത്ഥികളാണ്, നമ്മൾ ദീനി വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇത് നിലനിൽക്കണം. അപ്പോൾ നമ്മുടെ കഴിവ് നമ്മൾ ദീനിന് ഉപയോഗിക്കണം. ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇസ്ലാമിനോടുള്ള സ്നേഹവും അതിൻ്റെ അധ്യാപനങ്ങളുടെ വിത്തുകളും നിങ്ങളെ മനസ്സിലേക്ക് ഇടാനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഈ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കണം. എല്ലാവർക്കും ഓരോ കഴിവ്, അത് കണ്ട് അത് വികസിപ്പിക്കാനുള്ള അതിനുള്ള കഴിവുള്ള അധ്യാപകരും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നബി ഓരോരുത്തരും കഴിവ് നിരീക്ഷിച്ചിട്ട് ആ കഴിവ് വികസിപ്പിക്കും. ഇപ്പോൾ ഖാലിദ് ബിൻ വലീദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം യുദ്ധത്തിൽ വലിയ പാഠമുള്ള ആളാണ്. നബി പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് സെയ്ഫുള്ള എന്നുള്ള പേരിട്ട്, അള്ളാഹുവിൻ്റെ വാളെന്ന്. അതുപോലെ തന്നെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ അസദുള്ള എന്നൊക്കെ, അള്ളാഹിൻ്റെ സിംഹം. പക്ഷെ ആ കഴിവില്ലാത്ത വേറെ ചിലരുണ്ട്. പക്ഷെ അവരൊക്കെ ഉന്നതന്മാർ തന്നെയാണ്, അല്ലേ? സെയ്ദ് ബിൻ സാബിത്തിനെ നബി തിരുമേനി മദീനയിൽ വെച്ച് കണ്ടപ്പം അദ്ദേഹത്തിന് 10-11 വയസ്സേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി കഴിവുണ്ടെന്ന് കണ്ടപ്പോൾ നബി ആ കുട്ടിയോട് പറഞ്ഞ് തൗറാത്തിൻ്റെ ഇഞ്ചിലിൻ്റെ ഭാഷ പഠിക്കണം എന്നാണ്. 14-15 ദിവസം കൊണ്ട് പഠിച്ചു എന്നാണ് ആ കുട്ടിയെപ്പറ്റി പറയുന്നത്. എന്നിട്ട് പിന്നെ നബിക്ക് ആ ഭാഷയിൽ എഴുതാനും ആ ഭാഷയിൽ എഴുത്ത് വായിച്ചു കൊടുക്കലൊക്കെ ആ കുട്ടിയായിരുന്നു. അപ്പോൾ ഏത് കഴിവും നമുക്ക് എന്ത് കഴിവുള്ള അത് ദീൻ. കാരണം എല്ലാം കൂടെ സമ്മേളിക്കണം. അങ്ങനെയാണല്ലോ. നബിയുടെ കവിയാണ് ഹസ്സാൻ ഇബ്നു സഅദ്. ആ മേഖല കുറേ അങ്ങനെയാണ് പോകും. ഇവിടെ ഏതായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നീട്ടി പറയാനൊന്നുമല്ല അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കിതിൻ്റെ തുടർച്ച വേണം. ഖുർആൻ പഠനം നിങ്ങളിതൊക്കെ കഴിഞ്ഞു പോയാലും നിങ്ങൾ ദീനി വിദ്യാർത്ഥികളാണെന്നുള്ളത്. ഇപ്പോൾ ഈ മത്സരവും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും. പക്ഷേ എന്നെന്നും ഈ ഗുണങ്ങൾ നമ്മൾ നിലനിർത്തണം എന്ന കാര്യം മാത്രം ഞാനിവിടെ പറയുന്നത്. ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല. പിന്നെഞ്ഞല്ലോ സംസാരിക്കാനുണ്ടെങ്കിൽ പ്രഗത്ഭരായ ആൾക്കാരിവിടെ ഉണ്ടാനും. പിന്നെ ആരും ഇവിടെ നീട്ടി സംസാരിക്കാൻ സാധ്യതയില്ല. ഏതായാലും അള്ളാഹിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ആശംസ അർപ്പിച്ച് അമീസ് സാർ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അധ്യക്ഷൻ മുസ്ലിം, ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതൻ അബൂബക്കർ സലഫി പ്രിംറോസ്, മറ്റ് വേദിയിലുള്ള ഇതിൻ്റെ സംഘാടകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, സാധാരണ നമ്മളുടെ സ്കൂളിൽ ഈ കുട്ടികൾ അഡ്മിഷന് വരുമ്പോഴേ നമ്മളവരോട് ഒരു ചോദ്യം ചോദിക്കും, നമുക്കൊക്കെ ഭാവിയിൽ എന്താണ് ആകേണ്ടതെന്ന്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ കുട്ടികൾ 5ാം ക്ലാസ്സുകളിൽ എത്തിയിട്ട് അവിടെ അഡ്മിഷൻ വന്ന സമയത്ത് ഞാനൊരു കുട്ടിയോട് ഇതുപോലെ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഉത്തരം, എനിക്ക് മക്കത്ത് ഹറമിൽ ഇമാമാകണം എന്നാണ്. സാധാരണ കുട്ടികൾ എന്താ ഉത്തരം പറയാം? എനിക്ക് മെസ്സിൻ്റെ പോലെ ഫുട്ബോളർ ആവണം, അതല്ലെങ്കിൽ ഇലോൺ മസ്കിനേക്കാളും വലിയ സമ്പന്നനാകണം, അല്ലെങ്കിൽ നടനാകണം എന്നൊക്കെ പറയും. അതിനിടയിലാണ് ഈ കുട്ടി എനിക്ക് മക്കത്തെ ഹറമിലെ ഇമാമാകണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അല്ല അവിടെ അറബി അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഇമാമാക്കുമോ? അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പടച്ചോൻ എനിക്ക് വേണ്ടിയിട്ട് ആ നിയമം മാറ്റി എഴുതും എന്നാണ്. 10 വയസ്സായൊരു കുട്ടിയുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു വലിയ സ്വപ്നം ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ ഈ ഒരു സ്കൂൾ ഓഫ് ഖുർആൻ പോലുള്ളൊരു സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് കരുതുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടും ഖുർആൻ പഠിച്ചിരുന്നു, പക്ഷേ അത് വ്യവസ്ഥാപിതമായി മാറുക മാത്രമല്ല, അത് വളരെ ചിട്ടയൊപ്പിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടുന്ന ഒരു പരിശീലന സ്വഭാവത്തോടെ കുട്ടികളെ, അവരുടെ മാതാപിതാക്കളെയൊക്കെ മാറ്റിയെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പം ഞാനിപ്പോൾ വരുന്ന സമയത്ത് വലിയ ബാഗുമായിട്ട് ഒരു കുട്ടിയെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വല്ല ടൂറും പോകുന്നുണ്ടോ ചോദിച്ചു എന്നോട്. അവൻ പറഞ്ഞല്ല, ടൂറല്ല, ഖുർആൻ മത്സരമുണ്ട് എന്നാണ്. അപ്പം അങ്ങനെ ഖുർആനിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സുള്ള കുട്ടികൾ, അത് നമ്മുടെ ഈ നാട്ടിലൊരു വലിയ അനുഗ്രഹമാണ്. അത് അൽഹംദുലില്ലാ അത് തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഭാവിയിൽ അത് ഇന്ത്യ മുഴുവനും പടർന്നു പന്തലിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറുകയാണെങ്കിൽ, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചറിയാം, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിലേക്ക് ഏറ്റവും വലിയ അടിസ്ഥാനം എന്താ വെച്ചാൽ അള്ളാഹിൻ്റെ സഹായം കിട്ടാത്തതാണ്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് അവനിലേക്ക്, അവൻ്റെ പ്രവാചകനിലേക്ക്, അവൻ്റെ കിതാബിലേക്കൊക്കെയുള്ള മടക്കാണ്. അപ്പം അങ്ങനെ മടങ്ങുന്ന, അതിനെ യഥാവിധി തിരിച്ചറിയുന്ന, അതിനുവേണ്ടി മത്സരിക്കുന്ന, മുന്നേറ്റം നടത്തുന്ന ഒരു ജനതയെ നമുക്ക് ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മുകളിൽ വർഷിക്കപ്പെടുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മളറിയാതെ തന്നെയുള്ള പരിഹാരങ്ങളുണ്ടായി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉലായിക്ക സാരിഊന ഫിൽ ഹൈറാത്ത് എന്ന് പറഞ്ഞില്ലേ, ആ ഹൈറാത്തുകളിൽ മത്സരിക്കുന്ന ഒരു വിഭാഗം, ഖുർആനിൻ്റെ പേരിൽ, ഹദീസിൻ്റെ പേരിൽ, അത്തരത്തിലുള്ള നന്മകളിൽ മത്സരിക്കുന്ന ഒരു വിഭാഗമുണ്ടായി വരുന്നു എന്നതിൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത് ഒരു വലിയ മഹാപ്രസ്ഥാനമായി നിങ്ങളിലൂടെ പടർന്നു പന്തരിച്ചൊരു വലിയ മഹാപ്രസ്ഥാനമായി മാറട്ടെ. ഇത്തരം മത്സരങ്ങൾ
ഒരു വേദിയിൽ ഒരു സ്ഥലത്തിനു പകരം പല സ്ഥലങ്ങളിലുണ്ടാകുന്ന ഒരു കാലം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ 2013 ആ ഒരു ആശയമായി രൂപം കൊണ്ട് 2014 തുടക്കം കുറിച്ച സ്കൂൾ ഓഫ് ഖുർആൻ അതിൻ്റെ 10 വർഷത്തെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന അൽ-ഇത്ഖാൻ എല്ലാം കൊണ്ടും നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമെല്ലാം കൺകുളിർമ നൽകുന്ന അനുഭവങ്ങളാണ് ഓരോ വർഷവും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വർഷം നമുക്കറിയാവുന്നതുപോലെ 2 പ്രോഗ്രാമുകളാണ് നമുക്ക് അടുപ്പിച്ച് വരുന്നത്. ഒന്നാമത്തേത് ഈ അൽ-ഇത്ഖാൻ, അതുപോലെ തന്നെ അടുത്ത 12-ാം തീയതി നമ്മുടെ 10ാം വാർഷികം ഒരു ഫംഗ്ഷനായി നമ്മുടെ പാണക്കാട് ജാമിയ ലേഡീസ് ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഈ ഒരു സംവിധാനത്തിൻ്റെ ഒരു മൈൽ സ്റ്റോണായി ഈ വർഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അറിയപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ ബഹുമാന്യനായ അബൂബക്കർ സലഫിയും അതുപോലെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഹമീദ് സാറുമെല്ലാം സൂചിപ്പിച്ച പോലെ സ്കൂൾ ഓഫ് ഖുർആൻ എന്നുള്ളത് ഒരു അഭിമാനമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാൻ എല്ലാം ഉള്ള അവസരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് കൈവന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് തമിഴ്നാടിന് പുറമെ കർണാടകയിലെ ചില സ്ഥലങ്ങളിൽ പോലും നമുക്ക് സെൻറ്റർ ഉണ്ടാവാനും മറ്റുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളിലും മറ്റും ഈ ഒരു സംവിധാനത്തെ ഏത് നിമിഷവും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സയ്യിദ് അബ്ദുൽ സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും മാത്സര്യ ബുദ്ധിയോടുകൂടി ഈ രംഗത്ത് മുന്നേറാൻ വേണ്ട എല്ലാ തരത്തിലുള്ള മത്സരങ്ങൾ രൂപപ്പെടുത്തി മറ്റെവിടെയും കാണാത്ത രൂപത്തിൽ നമുക്ക് വേണ്ടി തന്നെ നാം തയ്യാറാക്കിയ മത്സര ഇനങ്ങളും ഓരോ കുട്ടിയുടെയും വിശുദ്ധ ഖുർആനിലുള്ള അവഗാഹം അത് കൃത്യമായി തിരിച്ചറിയപ്പെടുമാറ് രൂപത്തിൽ ആ കുട്ടികളെ മൊത്തത്തിൽ അതിന് പ്രാപ്തരാക്കുന്ന രൂപത്തിലാണ് ഈ മത്സരങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിന് പരിശീലിക്കുന്നതിനോടൊപ്പം ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മിൽ നിന്നുണ്ടാവണം എന്നുണർത്തുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ചടങ്ങോട് അവസാനിക്കുന്നു. വൈൻഡപ്പ് സംസാരത്തിന് സ്കൂൾ ഖുർആൻ്റെ CEO സിയാദ് അൽ ഹിക്കമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, വളരെ നല്ല രൂപത്തിൽ ഈ ഒരു അൽ-ഇത്ഖാൻ 2024 വർഷത്തിൽ നടക്കുന്ന അൽ-ഇത്ഖാനിൻ്റെ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ മത്സരാർത്ഥികൾ അവരുടെ പരിപാടിയിലേക്ക് കാത്തിരിക്കുന്ന അവസരം കൂടിയാണ്. ഏതായാലും ഈ ഒരു പ്രോഗ്രാമിന് വളരെ നല്ല രൂപത്തിൽ സന്ദേശങ്ങൾ നൽകി പ്രവാചക കാലം മുതൽ ഇത്തരത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യങ്ങളും അതിലുള്ള നമ്മുടെ മാതൃകകളും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത അബൂബക്കർ സലഫി, അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന് സന്ദേശം നൽകിക്കൊണ്ട് സംസാരം നൽകിയ അബ്ദുൽ ഹമീദ് സാർ, അതുപോലെ അനിൽ പ്രിംറോ സാർ, പിന്നെ മറ്റ് ഹെഡ് ഓഫീസ് അംഗങ്ങൾ, എല്ലാവർക്കും നന്ദി പറയുകയാണ്.
അതുപോലെ ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായി തുടങ്ങാനും അവസാനിപ്പിക്കാനും വേണ്ടി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ഹെഡ് ഓഫീസ് അംഗങ്ങൾ, ഒരിക്കലും സ്റ്റേജിൽ വരാത്ത എന്നാൽ ഇതിനെ അത്രമാത്രം ഹൃദയത്തിൽ ഏറ്റി ഇതിനു വേണ്ടി പണിയെടുക്കുന്ന മറ്റ് വോളണ്ടിയേഴ്സ്, ഫുഡിൻ്റെ ഏരിയയിലും മറ്റുമെല്ലാം യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വോളണ്ടിയേഴ്സ് എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ നന്ദി ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.